സർക്കാർ ജോലിയോട് മാത്രമുള്ള താൽപര്യം യുവാക്കളിൽ നിന്ന് മാറണമെന്ന് കേന്ദ്ര സഹമന്ത്രി ശശി തരൂർ. അലിഗഡ് മലപ്പുറം കേന്ദ്രത്തിന്റെ വികസനത്തിന് പദ്ധതി തയ്യാറാക്കുമെന്നും ശശി തരൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതി നിർവഹണത്തിൽ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നതെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ ഇസാഖ്. സർക്കാർ സമീപനം മൂലം ജനപ്രതിനിധികളിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമാവുന്നുവെന്നും സുബൈദ ഇസാഖ്. 2 രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്ന അരിയിൽ നിറയെ പുഴു. പട്ടാമ്പി കൊടലൂർ റേഷൻ കടയിൽ ഭക്ഷ്യധാന്യങ്ങളിൽ പുഴു പതിവാകും. EMS സർക്കാരിന്റെ ഭൂപരിഷ്കരണ നിയമമാണ് ഇന്നത്തെ സാമൂഹ്യ നേട്ടത്തിന് കാരണമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം TK ഹംസ. തൊഴിലാളിയെ മുതലാളിയാക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും TK ഹംസ. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് അധ്യാപകർ മാറിയില്ലെങ്കിൽ അവർ കാലഹരണപ്പെട്ടവരാകുമെന്ന് N ഷംസുദ്ദീൻ MLA. KSTU വിദ്യാഭ്യാസ ജാഥയ്ക്ക് പാലക്കാട് ജില്ലയിൽ സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. അലിഗഡ് മലപ്പുറം കേന്ദ്രത്തിന്റെ ബാലാരിഷ്ടതകളും പ്രശ്നങ്ങളും മനസ്സിലാക്കിയെന്നും കേന്ദ്രത്തിന്റെ വികസനത്തിന് പദ്ധതി തയ്യാറാക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി ശശി തരൂർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിൽ താൽപര്യമുണ്ടെന്നും അന്തിമ തീരുമാനം UPA സർക്കാർ എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റുഡൻസ് പല ആവശ്യങ്ങളും ഞാൻ എല്ലാം ഫുള്ളായി വായിച്ചിട്ടില്ല. പക്ഷെ എനിക്കറിയാം അവിടെ ചില അസൗകര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് കുടിവെള്ളം മുതൽക്ക് ഭക്ഷണം വരെ ചില പരാതികളുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, അവർ പെരിന്തൽമണ്ണയ്ക്ക് ഭയങ്കര കൂടി ഒരു ഓട്ടോ കിട്ടാൻ പാടാണ്, ചെലവും ഭയങ്കരമാണ്. പക്ഷെ ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹെൽത്ത് സെന്റർ വേണമെന്ന് പറഞ്ഞിട്ട് ഇവര് ഇങ്ങനെ പല ആവശ്യങ്ങളുണ്ട് സ്റ്റുഡൻസ്. സ്റ്റാഫിന് അവരുടെ ജോബ് ഇൻസെക്യൂരിറ്റി, ഇതൊരു പുതിയൊരു ക്യാമ്പസ് ആയ കാരണം ടെമ്പററി അപ്പോയിന്റ്മെന്റ് ആണ്. ഞാൻ ഹയർ എഡ്യൂക്കേഷന്റെ സെക്രട്ടറിയെ വിളിച്ചിട്ട് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നതിന് അത് വലിയ മീറ്റിംഗ് വേണ്ടി വരുമായിരിക്കും. ഇതെല്ലാം പെട്ടെന്ന് 24 മണിക്കൂറിൽ സോൾവ് ചെയ്യുന്ന വിഷയങ്ങളല്ല. അപ്പോ നോക്കട്ടെ, ഒരുപക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും കേരളത്തിന് ഡൽഹിക്ക് വന്നാൽ അദ്ദേഹത്തിനൊപ്പം ഒരു ചർച്ച നടത്താം. എല്ലാവരും എന്തായാലും നല്ലപോലെ ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് സഹകരിച്ചിട്ട് കാര്യങ്ങളാണ്. അലിഗഡ് യൂണിവേഴ്സിറ്റി മലപ്പുറം ക്യാമ്പസിൽ സംരംഭകത്വ സംഗമം നടന്നു. കേന്ദ്ര മാനവവിഭവശേഷി സഹമന്ത്രി ശശി തരൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലും ഇന്ത്യയിലും സർക്കാർ ജോലി എന്നതിലപ്പുറം ഒന്നും ചിന്തിക്കുന്നില്ലെന്നും ആ പ്രവണത മാറണമെന്നും പുതിയ ലോകത്ത് അതിലും വലിയ സാധ്യതകളുണ്ടെന്നും സംരംഭകത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി ശശി തരൂർ പറഞ്ഞു. A sarkari job mentality. That is, that people tend to be averse to taking risks. They are reluctant to put forward their own initiatives. Instead, what they tend to do for the most part is, very frankly, to settle for a mediocre existence with a guaranteed salary and lifestyle security. മലപ്പുറം ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ ടെക്നിക്കൽ ജനറൽ വിഭാഗങ്ങളിലും സെമിനാർ നടന്നു. സെമിനാറുകളിൽ മന്ത്രിമാരായ PK അബ്ദുറബ്, മഞ്ഞളാംകുഴി അലി തുടങ്ങിയവരും പങ്കെടുത്തു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം സെന്റർ ഡയറക്ടർ ഡോക്ടർ P മുഹമ്മദ്, സ്റ്റാഫ് കോർഡിനേറ്റർ VK ഹംസ തുടങ്ങിയവരും പങ്കെടുത്തു. പദ്ധതി നിർവഹണത്തിന്റെ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ ഇസാഖ് പറഞ്ഞു. ഈ രീതിയിൽ പോയാൽ മാർച്ചിന് മുൻപ് പദ്ധതികൾ പൂർത്തീകരിക്കാനാവില്ല. സർക്കാരിന്റെ സമീപനം മൂലം ജനപ്രതിനിധികളിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമാവുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും സുബൈദ ഇസാഖ് പറഞ്ഞു. പട്ടാമ്പിയിൽ ഒരു റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സുബൈദ ഇസാഖ്. വലിയ ദുഃഖത്തോടുകൂടിയാണ്, വലിയ വിഷമത്തോടുകൂടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ, മുതല ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല മൊത്തം നമ്മുടെ സ്റ്റേറ്റിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, പഞ്ചായത്തുകളുടെ പദ്ധതി പ്രവർത്തനങ്ങൾ കൃത്യമായ സമയത്ത് നടത്തിക്കൊണ്ട് ആസൂത്രണ പ്രവർത്തനങ്ങൾ കൃത്യമായ സമയത്ത് നടത്തുകയും പദ്ധതി വിനിയോഗിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർവഹണ പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് നടക്കുകയും ചെയ്താലാണ് ഇത്തരം പദ്ധതി പ്രവർത്തനങ്ങൾക്കൊക്കെ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ ഇത്തരം സംവിധാനങ്ങളെയും ഒക്കെ തന്നെ വലിയ വിശ്വാസത്തിലാണ് ഇന്ന് നോക്കിക്കാണുന്നത്. പക്ഷെ ആ വിശ്വാസം നഷ്ടപ്പെടുന്ന വിധത്തിലാണ് ഗവൺമെന്റിന്റെ ഒരു സമീപനത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള എത്രയൊക്കെ പാടുപെട്ടാലും നമുക്കത് സാധിക്കുന്നില്ല എന്നുള്ള ഒരവസ്ഥയില്ല. റേഷൻ കടയിൽ നിന്നും 2 രൂപയ്ക്ക് വാങ്ങിയ അരിയിൽ പുഴുക്കൾ. പട്ടാമ്പി കൊടലൂരിലെ റേഷൻ കടയിൽ നിന്നും വിതരണം ചെയ്ത അരിയിലാണ് പുഴുക്കളെ കണ്ടത്. പട്ടാമ്പി കൊടലൂർ 213 നമ്പർ റേഷൻ കടയിൽ നിന്നും 2 രൂപയ്ക്ക് വിതരണം ചെയ്ത അരിയിലാണ് നിറയെ പുഴുക്കളെ കണ്ടത്. കൊടലൂർ മലയത്ത് വീട്ടിൽ ശേഖരൻ നായരുടെ ഉടമസ്ഥതയിലുള്ള റേഷൻ കടയിൽ നിന്നും വാങ്ങിയ
9 കിലോ അരിയിലാണ് പുഴുക്കൾ കണ്ടത്. 2 ദിവസം മുമ്പ് വാങ്ങിയ അരി ഭക്ഷണം പാകം ചെയ്യാനായി ചേറി നോക്കുമ്പോഴാണ് പുഴുക്കൾ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വീട്ടുകാർ പറഞ്ഞു. ഇതോടെ അരി മാറ്റിവെക്കുകയായിരുന്നു. മിനിഞ്ഞാന്ന് വാങ്ങിയ അരിയാണത്. അതിൽ മുഴുവൻ പുഴുക്കളാണ്. പുഴുക്കള്, കീടങ്ങള്, ഇതൊന്നും ഇന്നത്തെ കാലത്ത് കഴിക്കാൻ പറ്റില്ല. എങ്ങനെ ആൾക്കാർ ജീവിക്കാൻ പറ്റുക? 2 രൂപയ്ക്ക് അരി കിട്ടുന്നതാണ്. ഈ പാവപ്പെട്ടവർക്ക് ജീവിക്കണ്ടായിരുന്നു. ഈ പുഴുക്കളും ഈ കീടങ്ങളും തന്ന സാധനങ്ങൾ ഞങ്ങൾ കഴിച്ച് ഞങ്ങൾക്ക് എന്താ അസുഖങ്ങൾ വരും? ഇതിന്റെ മുന്നേ ഈ റേഷൻ മീഡിയ ഇതേപോലെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ ഗോതമ്പിന്നൊക്കെ ഇതേപോലെ കിട്ടിയ അവസ്ഥ ഇതുവരെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഇപ്പൊ പിന്നെ ഇന്നലെ വാങ്ങിയ സമയത്താണ് പിന്നെ ഈ പുഴു കിട്ടണേ. പുഴു ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് പോയിസൺ വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഈ 2 രൂപ സർക്കാർ തരുന്നതെന്ന് ശരിയാണ്, അത് നമുക്ക് തരുന്ന ഒരു അവതാരം തന്നെയാണ്. പക്ഷെ അതിലിങ്ങനെ തന്നെ കഴിഞ്ഞാൽ തന്നേണ്ട ഒരു ആവശ്യമില്ലല്ലോ. 2 രൂപ തന്നേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഇനി ഇതിങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥയ്ക്ക് എന്തായിരിക്കും അറിയില്ല. ഇതിനെതിരെ എന്തായാലും നല്ലൊരു നടപടി എടുക്കണം. ഇതിനു മുമ്പ് റേഷൻ കടയിൽ നിന്നും വാങ്ങിയ ആട്ടപ്പൊടിയിൽ പുഴുക്കൾ ലഭിച്ച സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് സപ്ലൈകോ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുകയുമുണ്ടായി. പ്രദേശത്തെ മറ്റു ചില വീട്ടുകാർ വാങ്ങിയ അരിയിലും പുഴുക്കളെ കിട്ടിയിട്ടുണ്ട്. അർഹതപ്പെട്ടത് വാങ്ങിച്ചു നൽകി തൊഴിലാളിയെ മുതലാളിയാക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം TK ഹംസ പറഞ്ഞു. പുലിക്കല്ലൂർ മുളയങ്കാവിൽ CPM സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു TK ഹംസ. തൊഴിലാളി നിർമ്മാണ ഫാക്ടറിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും അർഹതപ്പെട്ടത് വാങ്ങിച്ചു നൽകി തൊഴിലാളികളെ മുതലാളികളാക്കി മാറ്റുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നതെന്നും TK ഹംസ പറഞ്ഞു. 1957 EMS നമ്പൂതിരിപ്പാടിന്റെ സർക്കാർ വന്നതുകൊണ്ടാണ് ഇന്നത്തെ ഈ സാമൂഹ്യ നേട്ടത്തിന് കാരണമെന്നും TK ഹംസ അഭിപ്രായപ്പെട്ടു. വരെ നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഫലമായി, മുദ്രാവാക്യത്തിന്റെ ഫലമായി അധികാരത്തിൽ വരുന്നു. ആ പാർട്ടി കൃഷിക്കാരന്റെയും കർഷക തൊഴിലാളിയുടെയും അവകാശങ്ങൾ ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ടി വന്ന പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രം ആ ഓർഡർ ഒപ്പിട്ടു. 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഇനി ജന്മിമാരുണ്ടായിരിക്കുന്നതല്ല, പാട്ടം കൊടുക്കുക എന്ന സമ്പ്രദായം ഇനി കേരളത്തിൽ നടക്കില്ല. ആരാണോ ഭൂമിയിൽ പച്ച പിടിപ്പിക്കുന്നത് അത് അവന്റേതാണ്. ആരാണോ കുടികിടപ്പിൽ താമസിക്കുന്നത് 10 സെന്റും അതിന്റെ അനുഭവങ്ങളും അവന്റേതാണ്. അതാണ് നമ്മക്ക് ഈ മാറ്റം ഉണ്ടാക്കി തന്നത് കേട്ടോ. തൊഴിലാളിയെ മുതലാളിയാക്കലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന തൊഴിലാളി പാർട്ടി എന്ന് പറയുമ്പോൾ ലോകാവസാന ഖിയാമം വരെ തൊഴിലാളികൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അങ്ങനെയല്ല. തൊഴിലാളി നിർമ്മാണ ഫാക്ടറി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിന്റെ അവകാശം അവന് വാങ്ങിക്കൊടുക്കുക, അവസാനം തൊഴിലാളി മുതലാളിയായി മാറുക. പുലിക്കല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇസ്ഹാഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MM വിനോദ് കുമാർ, ബഷീർ, PM വാസുദേവൻ, K പ്രദീപ് കുമാർ, രമണി മോഹൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ നടത്തുന്ന വിദ്യാഭ്യാസ ജാഥയ്ക്ക് പാലക്കാട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. രാവിലെ കൊപ്പത്തു നിന്നുമാണ് ജാഥ പര്യടനം ആരംഭിച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് UDF സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് KSTUവിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ജാഥ സംഘടിപ്പിക്കുന്നത്. ജാഥയുടെ പാലക്കാട് ജില്ലയിലെ പര്യടനം കൊപ്പത്തുനിന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA കരീം ഉദ്ഘാടനം ചെയ്തു. മലബാർ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അത് ജാതിക്കതീതമായി, രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ജനങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് പുറകോട്ടായത് എന്തുകൊണ്ടായിരുന്നു? ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അപര്യാപ്തത. ഇത് പരിഹരിക്കുവാൻ ഒരു സർക്കാർ മുന്നോട്ട് വരാത്ത കാലഘട്ടത്തിലാണ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ കാര്യങ്ങൾ പഠിച്ചു കൈകാര്യം ചെയ്യാൻ അവർ മുന്നോട്ട് വന്നത്. LP സ്കൂളുകൾ മുതൽ ഇന്ന് ഏറ്റവും ഉന്നതമായ കലാലയങ്ങൾ വരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കലാശാലകൾ വരെ എല്ലാം ഞാൻ അനുവദിച്ചു കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മാറ്റത്തിന് നേതൃത്വം വഹിച്ച ഒരു പാർട്ടിയാണ് ഇന്ത്യൻ മുസ്ലിം ലീഗ്. KSTU ഉപജില്ലാ പ്രസിഡന്റ് P അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ T നാസർ, CK അബ്ദുള്ള, NP മരക്കാർ, KTA ജബ്ബാർ, KP ബാബുട്ടി, MA സമദ്, PT മുഹമ്മദ്, VT റസാഖ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. CP ചെറിയ മുഹമ്മദാണ് ജാഥ ക്യാപ്റ്റൻ. KSTU സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വിദ്യാഭ്യാസ ജാഥയ്ക്ക് ചെർപ്പളശ്ശേരിയിൽ സ്വീകരണം നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം മരക്കാർ മാരായമംഗലം സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫലപ്രദം, ഗുണപ്രദം, ജനപ്രിയം വിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ജാഥ നടത്തുന്നത്. ഡിസംബർ 3 കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ 13 തിരുവനന്തപുരത്ത് സമാപിക്കും. കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭാവിയും വർത്തമാനവും വൈജ്ഞാനിക അഭിവൃദ്ധിയും ചർച്ച ചെയ്താണ് ജാഥ കടന്നുപോകുന്നത്. KSTU സംസ്ഥാന പ്രസിഡന്റ് CP ചെറിയ മുഹമ്മദാണ് ജാഥ ക്യാപ്റ്റൻ. ചെർപ്പുളശ്ശേരിയിൽ നൽകിയ സ്വീകരണം മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും പറഞ്ഞിരുന്ന വളരെ നിർണായകമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിരുന്ന
വളരെ ആശങ്കാജനകമായ രീതിയിൽ കടന്നുപോയിരുന്ന വിദ്യാഭ്യാസ മേഖല. പറഞ്ഞാൽ അത് എല്ലാവരും പറയാനുള്ള ഒരു വാചകമായതുകൊണ്ട് മറ്റൊരു വാചകം പെട്ടെന്ന് തപ്പിപ്പിടിച്ച് കിട്ടാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് കണക്കെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള പുരോഗമന ആശയങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിയപ്പെട്ട മന്ത്രി പ്രിയങ്കരനായ അബ്ദുൾ റബ്ബ് നുടിയിട കൊണ്ട് രാജ്യത്ത് ചെയ്തു തീർത്തു. വി കെ ഹംസ മുഖ്യപ്രഭാഷണം നടത്തി. ജാഥ ക്യാപ്റ്റൻ CP ചെറിയ മുഹമ്മദ്, മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സെക്രട്ടറി KK ആസിഫ്, PS സലാം, ആലി, സഫ്വാൻ നാട്ടുകൽ, മേലാടയിൽ ബാപ്പുട്ടി, മുസ്ലിം ലീഗ് ഷൊർണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് CK കുഞ്ഞാലൻ തുടങ്ങിയവർ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിച്ചു. KSTU വിദ്യാഭ്യാസ ജാഥയ്ക്ക് മണ്ണാർക്കാട് നൽകിയ സ്വീകരണ യോഗം N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് അധ്യാപകർ മാറിയില്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് അവർ കാലഹരണപ്പെട്ടവരാകുമെന്ന് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത N ഷംസുദ്ദീൻ MLA പറഞ്ഞു. ഞങ്ങൾ കണ്ട ക്യാമ്പസല്ല ഇന്നത്തെ കുട്ടികൾ കാണുന്നത്. ഇന്നത്തെ അധ്യാപകൻ കാലത്തോടൊപ്പം സഞ്ചരിച്ചില്ലെങ്കിൽ അധ്യാപകൻ കാലഹരണപ്പെട്ടു പോകും. നമ്മുടെ കാലത്ത് കമ്പ്യൂട്ടറില്ല, നമ്മുടെ കാലത്ത് ഇന്റർനെറ്റ് ഇല്ല, നമ്മുടെ കാലത്ത് ബ്ലോഗുകളില്ല, ഗൂഗിളുകളില്ല, ട്വിറ്ററില്ല, ഫേസ്ബുക്കില്ല. പക്ഷേ ഇന്നത്തെ കുട്ടികൾ UPക്ക് മുകളിൽ പഠിക്കുന്ന കുട്ടികൾ, അപ്പർ പ്രൈമറിക്ക് മുകളിൽ പഠിക്കുന്ന കുട്ടികൾ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ കൂടി പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഇതുവരെ നമ്മൾ പഠിച്ചത് ഫോർത്ത് സ്റ്റേജ്, അതാണ് പത്രപ്രവർത്തനം എന്നാണ്. എന്നാൽ ഇന്ന് ഫോർത്ത് സ്റ്റേജിനപ്പുറത്ത് ഫിഫ്ത്ത് സ്റ്റേജ് രൂപപ്പെട്ടിരിക്കുകയാണ്, സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകൾ. നമ്മൾ കണ്ടല്ലോ മുല്ലപ്പൂ വിപ്ലവം, ദ ജാക്സൺ റവല്യൂഷൻ. വലിയ വലിയ ഭരണകൂടങ്ങളെ, ഏകാധിപതികളായ ഭരണകൂടങ്ങൾ കടപുഴകി എറിയപ്പെട്ടത് ഈ സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെയാണ്. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് TS സിദ്ദിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ KSTU സംസ്ഥാന പ്രസിഡന്റുമായ CP ചെറിയ മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് AK സൈനുദ്ദീൻ, VK മൂസ, ഹമീദ് കൊമ്പത്ത്, കരീം ബടുകുണ്ടിൽ, സിദ്ദിഖ് ഫറൂഖാട്ടിൽ, കളത്തിൽ അബ്ദുള്ള, N ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇരട്ട ശമ്പളം പറ്റുന്നു എന്ന ആരോപണവുമായി ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശ്രീവത്സനെതിരെ CPM കൂടുതൽ പ്രക്ഷോഭവും പ്രചരണവുമായി രംഗത്ത്. DCC സെക്രട്ടറി കൂടിയായ ശ്രീവത്സൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓണറേറിയവും അധ്യാപകൻ എന്ന നിലയിൽ ശമ്പളവും കൈപ്പറ്റിയെന്നാണ് CPMന്റെ ആരോപണം. ഇവിടെ എല്ലാവരും പിരിഞ്ഞു പോയതിന് ശേഷം ഇവിടെ ഏതെങ്കിലും കടയിൽ, ഇവിടെ ഈ കഷായ കടയിൽ തന്നെ ആവാം, ഈ കഷായക്കട രാത്രി 12 മണിക്ക് ഒരാൾ കുത്തി തുറന്നു, എന്നിട്ട് 4 കുപ്പി ദശമൂലാരിഷ്ടം കൊണ്ടുപോയി, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വല്ലതും ഉണ്ടെങ്കിൽ അതും എടുത്തിട്ട് പോയി. അതും എടുത്തിട്ട് പോയാൽ പിറ്റേന്ന് അയാള് നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി. ഇത് പിടിക്കപ്പെട്ടു, ആരോ കണ്ടു. അപ്പൊ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി, എന്നിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു തരാലോ, ഞാൻ ഈ എടുത്ത സാധനമൊക്കെ അങ്ങോട്ട് തിരിച്ചു തന്നാൽ പ്രശ്നം തീരില്ലേ? ഇതാണ് നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ചോദിക്കുന്നത്. പഞ്ചായത്തിന്റെ പണമൊക്കെ മെല്ലെ അങ്ങോട്ട് മാറ്റി, അത് ശരിയാണ്. ഞാനത് തിരിച്ചടയ്ക്കാൻ കോടതി പറയട്ടെ, കോടതി പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തിരിച്ചടയ്ക്കാലോ എന്നാണ് പറയുന്നത്. അധ്യാപകനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഓണറേറിയവും ശമ്പളവും പറ്റുന്നു എന്ന ആരോപണമാണ് വിവാദത്തിനിടയാക്കിയത്. കഴിഞ്ഞ ആഴ്ച CPMനെതിരെ നടത്തിയ വിശദീകരണ പൊതുയോഗത്തിന് മറുപടിയായാണ് ലക്കിടിപ്പേരൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറുപടി നൽകിയത്. ഒരേസമയം തിരുവനന്തപുരത്തും പറളിയിലും എത്തിയതിന് തെളിവുണ്ടെന്നും വിവരാവകാശ രേഖ ഇത് വെളിപ്പെടുത്തുന്നുവെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത CPM ഏരിയ സെക്രട്ടറി K സുരേഷ് പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിജയകുമാർ അധ്യക്ഷനായി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് P പാർവതി, ഹരിദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ വികസന നാഴികക്കല്ലിന് ഒരു പൊൻതൂവൽ കൂടി. സമ്പൂർണ്ണ പെൻഷൻ പ്രഖ്യാപനം വരുന്നതോടുകൂടിയാണ് പഞ്ചായത്തിന്റെ വികസന പുസ്തകത്തിൽ ഒരു അധ്യായം കൂടി എഴുതി ചേർക്കപ്പെടുന്നത്. ഈ മാസം 27 ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ പെൻഷൻ ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. 27 രാവിലെ ജില്ലാ കളക്ടർ അസ്കർ അലി പാഷയാണ് സമ്പൂർണ്ണ പെൻഷൻ പ്രഖ്യാപനം നടത്തുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വന്നിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സമ്പൂർണ്ണ പെൻഷൻ ഗ്രാമമായി മാറ്റാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത്. ഇതിനായി ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, അംഗനവാടി, ആശാ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ മുഖേന അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും അവരിൽ നിന്നും അപേക്ഷകൾ സ്വീകരിച്ച് പരിശോധനകൾ നടത്തിയതിനു ശേഷം സർക്കാരിന് സമർപ്പിക്കുകയുമായിരുന്നു.
ഗ്രാമസഭകളിലും സമ്പൂർണ്ണ പെൻഷൻ ഗ്രാമമായി മാറ്റാനുള്ള അജണ്ടകളും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കൂടാതെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പട്ടികജാതി കുടുംബങ്ങളെയും അംഗമാക്കിയ പ്രഖ്യാപനവും അന്നേ ദിവസം തന്നെ നടക്കും. പദ്ധതിയിൽ അംഗങ്ങളായ കുടുംബങ്ങളെ പ്രത്യേകം കണ്ടെത്തിയാണ് ഗ്രാമപഞ്ചായത്ത് ഈ നേട്ടത്തിലേക്ക് എത്തിയത്. ഗ്രാമപഞ്ചായത്തിൽ ഈ പ്രഖ്യാപനം വരുന്നതോടെ തൊഴിലുറപ്പ് രംഗത്ത് വലിയൊരു മുന്നേറ്റത്തിനു തന്നെയാണ് വഴിയൊരുക്കുക. സംസ്ഥാനത്ത് തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ മുന്നേറ്റം കാഴ്ചവെക്കുന്ന ചുരുക്കം ചില ഗ്രാമപഞ്ചായത്തുകളിലൊന്നാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത്. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്ഥാപക മാനേജർ KV രാധാകൃഷ്ണൻ നായരുടെ 22ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടന്നു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്ഥാപക മാനേജറും ഹെഡ്മാസ്റ്ററുമായിരുന്ന KV രാധാകൃഷ്ണൻ നായരുടെ 22ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് അനുസ്മരണ സമ്മേളനം നടന്നത്. സ്കൂളിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം CP മുഹമ്മദ് MN ഉദ്ഘാടനം ചെയ്തു. KV രാധാകൃഷ്ണൻ നായർ എന്ന മനുഷ്യന്റെ മഹത്വം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു സാമൂഹ്യ കാലാവസ്ഥയിൽ വള്ളുവനാട്ടിലെ ഒരു ഗ്രാമപ്രദേശമായിരുന്ന വല്ലപ്പുഴയിൽ ഒരു LP സ്കൂളല്ല, UP സ്കൂളല്ല, ഒരു ഹൈസ്കൂള് സ്ഥാപിക്കാൻ രാധാകൃഷ്ണൻ നായർ കാണിച്ച സന്മനസ്സാണ്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ V. സുകുമാരൻ അനുസ്മരണ പ്രഭാഷണവും കനകലതാർ നായർ പരീക്ഷാ വിജയികൾക്കുള്ള എൻഡോവ്മെന്റ് വിതരണവും നിർവഹിച്ചു. NP മോഹൻകുമാർ, BM പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ ജോലിയോട് മാത്രമുള്ള താൽപര്യം യുവാക്കളിൽ നിന്ന് മാറണമെന്ന് കേന്ദ്ര സഹമന്ത്രി ശശി തരൂർ. അലിഗഡ് മലപ്പുറം കേന്ദ്രത്തിന്റെ വികസനത്തിന് പദ്ധതി തയ്യാറാക്കുമെന്നും ശശി തരൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതി നിർവഹണത്തിൽ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നതെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ ഇസാഖ്. സർക്കാർ സമീപനം മൂലം ജനപ്രതിനിധികളിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമാവുന്നുവെന്നും സുബൈദ ഇസാഖ്. 2 രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്ന അരിയിൽ നിറയെ പുഴു. പട്ടാമ്പി കൊടലൂർ റേഷൻ കടയിൽ ഭക്ഷ്യധാന്യങ്ങളിൽ പുഴു പതിവാകുന്നു. EMS സർക്കാരിന്റെ ഭൂപരിഷ്കരണ നിയമമാണ് ഇന്നത്തെ സാമൂഹ്യ നേട്ടത്തിന് കാരണമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം TK ഹംസ. തൊഴിലാളിയെ മുതലാളിയാക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും TK ഹംസ. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് അധ്യാപകർ മാറിയില്ലെങ്കിൽ അവർ കാലഹരണപ്പെട്ടവരാകുമെന്ന് N. ശംസുദ്ദീൻ MLA. KSTU വിദ്യാഭ്യാസ ജാഥയ്ക്ക് പാലക്കാട് ജില്ലയിൽ സ്വീകരണം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.